ഈ വീഡിയോയിൽ ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ് ആണ് നോക്കുന്നത്. അപ്പോൾ അതിൽ ജെ ഡി വാൻസ് തൊട്ട് തുടങ്ങാം. ജെ ഡി വാൻസ് ഇറ്റലിയിലുണ്ട്. ഇറ്റലിയിൽ റോമിലാണ്, വാറ്റിക്കനിൽ പോപ്പുമായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഇന്ത്യയിലേക്കാണ് വരുന്നത്. ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ കുറച്ച് ഉഷാറായിട്ടുണ്ട്. അത് പോസിറ്റീവ് നോട്ടാണ്. ഇനി ഒരാഴ്ചത്തേക്ക് ഇതേ ലെവലിൽ തന്നെ പോകാനാണ് സാധ്യത. ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് നോക്കുന്ന ആൾക്കാരൊക്കെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഇപ്പോൾ ജെ ഡി വാൻസ് വരുന്നുണ്ട്. അതിലൂടെ ഒരു ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വാർത്തകളൊക്കെ വരുന്നുണ്ട്. റഷ്യ യുദ്ധത്തിന്റെ ഇടയിലാണെങ്കിലും റഷ്യ ഡോളറിനെതിരെ നല്ല രീതിയിലുള്ള മുന്നേറ്റം, 40% ഇൻക്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് റഷ്യ. അതായത് 110-112 റൂബിളിന്റെ വാല്യൂ ഇരുന്നതാണ്. ഇപ്പൊ ശരിക്കും റൂബിളിന്റെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ 82 കുറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ റൂബിൾ ഇംപ്രൂവ് ചെയ്ത് മുന്നോട്ട് വന്നിരിക്കുകയാണ്. റഷ്യ യുദ്ധത്തിന്റെ ഇടയിലും അവരുടെ റൂബിൾ സ്ട്രെങ്തൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കുറച്ച് ഒരു പരിധിവരെ സക്സസ്ഫുള്ളും ആണ്. പ്രധാനപ്പെട്ട കാര്യം, അവരുടെ നിലവിലെ ഇപ്പോൾ ഉള്ള ട്രേഡ് വോളിയം എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ ട്രേഡ് നടത്തിയിരിക്കുന്നത് റൂബിൾ എന്ന് പറഞ്ഞ അവരുടെ കറൻസിയിലാണ്. അതാണ് അവർക്ക് ഗുണം ചെയ്തത്. സാമ്പത്തികമായിട്ട് റഷ്യക്കുള്ളിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി നോക്കിക്കഴിഞ്ഞാൽ യുദ്ധത്തിന്റെ ഇടയിൽ അവർ ഇങ്ങനെ നിലനിന്ന് പോകുന്നത് തീർച്ചയായിട്ടും ഡോളറിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് അവർ മുന്നോട്ട് പോകുന്നത് ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. അതിലുപരിയായിട്ട് അമേരിക്കൻ ഡോളർക്ക് ഏറ്റവും ഒരു തിരിച്ചടിയും കൂടിയാണ്. റഷ്യയുടെ ഫൈറ്റർ ജെറ്റ് എടുത്തുകൊണ്ട് പോളണ്ടിന്റെ എയർ സ്പേസ് ബ്രീച്ച് ചെയ്തിരിക്കുകയാണ്. അതായത് ബ്രീച്ച് ചെയ്ത് കടന്നു പോയതായിട്ടാണ് വാർത്ത. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് നല്ല സന്തോഷമാണ്. ആർക്ക്? സെലൻസ്കി ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇതല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്രയും നാളും. അതായത് റഷ്യ ഇതേപോലെ കടന്നു കയറും, നാറ്റോ രാജ്യങ്ങളെ ഉന്നം വയ്ക്കും, നിങ്ങളെയൊക്കെ ഇങ്ങനെ അടിച്ച് മൊത്തത്തിൽ അങ്ങ് എടുക്കും എന്നുള്ള രീതിയിലൊക്കെ ഞാൻ പറഞ്ഞതല്ലേ, നിങ്ങളല്ലേ കേൾക്കാത്തത് എന്നുള്ള രീതിയിലുള്ള ഒരു ഗൗരവം നിറഞ്ഞ രീതിയിലുള്ള ഒരു ഹാപ്പിനെസ് ആണ് സെലൻസ്കി പ്രകടിപ്പിക്കുന്നത്. പക്ഷെ അതിൽ വലിയ കാര്യമൊന്നുമില്ല. റഷ്യ അത് കൃത്യമായിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലുപരിയായിട്ട് UK അതിശക്തമായ രീതിയിൽ ഗണ്ണിച്ചിരിക്കുകയാണ്. അതായത് എന്താണ് റഷ്യ കാണിച്ചത്? ഞങ്ങൾ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അങ്ങ് അടിച്ച് തവിട് പൊടിയാക്കി കളയുമെന്നുള്ള നിലയിലാണ് UK സ്റ്റാർമർ ഇതിനെ വിമർശിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഞാൻ ആലോചിക്കുന്നത് ഇവരൊക്കെ എന്ത് കാണിച്ചുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നതാണ്. കാരണം ഇത്രയും കാലമായി ഉക്രൈനും റഷ്യയും തമ്മിൽ ഈ ഒരു കളി തുടങ്ങിയിട്ട് ഇതുവരെ ഇവരെല്ലാവരും, ഈ നാറ്റോ രാജ്യങ്ങളായിക്കോട്ടെ, UK ആയിക്കോട്ടെ, ഫ്രാൻസ് ആയിക്കോട്ടെ, ജർമ്മനി ആയിക്കോട്ടെ, ഇവരെല്ലാവരും തന്നെ ഇവരുടെ നിശ്ചിത തോതിലുള്ള ഭടന്മാരെ ഈ ഉക്രൈനിൽ ഇറക്കി വിട്ട് റഷ്യക്കെതിരെ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് ഈ പരിപാടികളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വെളിയിൽ പൊതുവെ ഞങ്ങൾ ആരും ഡയറക്റ്റ് ആയിട്ട് ഉക്രൈനിൽ ഇടപെടുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോവാണ്. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് റഷ്യ ഈ മരണപ്പെട്ടു പോയ ബറ്റാലിയൻസ് അഥവാ അവർ ക്യാപ്ചർ ചെയ്ത ഉക്രൈന്റെ ഭാഗത്തുള്ള സോൾജറിനെ തിരിച്ചു വിട്ട സമയത്ത് അവർ കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ഈ രാജ്യത്തിൽപ്പെട്ട ആൾക്കാർ ഇത്ര പേര്, ഇതിൽപ്പെട്ട പട്ടാളക്കാർ, ജർമ്മനിയുടെ പട്ടാളക്കാർ ഇത്ര പേര്, UKയുടെ പട്ടാളക്കാർ ഇത്ര പേര്, ഫ്രാൻസിൽപ്പെട്ട ആൾക്കാർ ഇത്ര പേര് എന്ന് പറഞ്ഞ് കൃത്യമായ ലിസ്റ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇതിന്റെ പൂർണ്ണമായ തെളിവ്. എന്തുകൊണ്ടാണ് ഈ യുദ്ധം നിൽക്കാത്തത്? എന്താണ് ജർമ്മനിയുടെ പ്രശ്നം? എന്താണ് UKയുടെ പ്രശ്നം? എന്താണ് ഫ്രാൻസിന്റെ പ്രശ്നം? കാരണം ഇവരെല്ലാരും കൂടെ ചേർന്നിട്ടാണ് അവിടെ കിടന്ന് കളിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് നിർത്താൻ പറ്റാത്തത്. അല്ല ഉക്രൈൻ മാത്രമാണ് ഒരു രാജ്യം എന്നുണ്ടെങ്കിൽ ഉക്രൈൻ എപ്പോഴേ ഈ ഒരു യുദ്ധം നിർത്തേണ്ടതാണ്. ഇവര് ഇത്രയും നാളും അതിന്റെ ഉള്ളിൽ കിടന്ന് കളിക്കുകയാണ്. സാമ്പാറും അവിയലും പോലെയാണ് കാര്യം. അതുകൊണ്ടാണ് ഇതിനകത്ത് ഒരു രീതിയിലുള്ള തീരുമാനം ഉണ്ടാക്കാൻ പറ്റാത്തത്. അതായത് ഉക്രൈന്റെ ഉള്ളിൽ ഈ ഒരു ഇപ്പൊ നിലവിലുള്ള ഒരു ഈസ്റ്റർ സീസ് ഫയർ ഒരു 30 ദിവസത്തിൽ കൂടെ നീട്ടാൻ പറ്റുമോ എന്നുള്ളതാണ് ഉക്രൈന്റെ ഉള്ളിലുള്ള ആൾക്കാർ ചോദിക്കുന്നത്. പക്ഷെ സെലൻസ്കി അതിനെ ഗണ്ണിച്ചുകൊണ്ടാണ് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിരിക്കുന്നത്. 2029 വരെ ഉക്രൈന്റെ ഉള്ളിൽ റഷ്യയെ ചേർത്ത് നിൽക്കാനുള്ള ആയുധങ്ങളുണ്ടത്രേ. അങ്ങനെയാണ് പുള്ളി സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ മണ്ടനെ എന്താണ് പറയേണ്ടത്? ഈ രീതിയിലാണ് ഒരു സീസ് ഫയർ നടത്തി മുന്നോട്ട് പോകുന്നത്. ഇയാൾ എങ്ങനെയാണ് ഈ രാജ്യത്തിനെ രക്ഷിക്കാൻ പോകുന്നത്? ഇയാൾ ശരിക്കും പറഞ്ഞാൽ റഷ്യക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ടീവായിട്ട് വഴി വെട്ടി കൊടുക്കുകയാണ്. അതായത് റഷ്യയുടെ പുടിനെ പറയാണ്, നിങ്ങൾ വന്ന് കയറി പിടിച്ചോ, ഞാനിവിടെ ഉണ്ട്, ഒട്ടും പേടിക്കണ്ട, ധൈര്യമായിട്ട് പോരെ, 4 പ്രൊവിൻസിലെ ഇപ്പൊ പിടിച്ചിരിക്കുന്നത്, ഇനി കുറച്ചും കൂടെ കയറി പിടിക്കാം, പകുതി മുക്കാലും എന്തിന്, ഫുൾ ഉക്രൈൻ തന്നെ ഞാൻ തരാൻ റെഡിയാണെന്നുള്ള നിലയിലാണ് സെലൻസ്കിയുടെ സ്റ്റേറ്റ്മെന്റുകൾ മുന്നോട്ട് പോകുന്നത്. ഇതുകൊണ്ടാണ് ഇയാളൊരു കോമഡിയൻ ആണോ, ഇയാളൊരു ഫൂളാണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇയാൾ അഭിനയിക്കുന്നത്. ശരിക്കും ഇയാൾക്ക് ബുദ്ധി ഉണ്ടോ ഇല്ലെങ്കിൽ അഭിനയിക്കുകയാണോ എന്ന് വരെ നമുക്ക് സംശയമാണ്. ഇതിന്റെ ഇടയ്ക്ക് യൂറോപ്പ് മേഖലയിൽ വേറൊരു ചെറിയൊരു സംഭവം നടന്നിട്ടുണ്ട്. ഈ മാപ്പിൽ നിങ്ങൾ നോക്കി, ലിസ്ബാസ് എന്ന് പറഞ്ഞ സ്ഥലം, ഈ ലിസ്ബാസ് എന്ന് പറഞ്ഞ സ്ഥലത്തിൽ നിന്നും ഗ്രീസിന്റെ ബോർഡറിൽ ക്രോസ് ചെയ്ത് ഒരു ടീം ഒരു ചെറിയ ബോട്ടിൽ കുറച്ച് ആൾക്കാർ ഇങ്ങനെ കടന്നു വന്നിട്ടുണ്ട്. അവർ ഗ്രീസിന്റെ ബോർഡറിലേക്ക് എത്തുന്ന സമയത്ത് ഗ്രീസിന്റെ കോസ്റ്റ് ഗാർഡ് ഉണ്ടല്ലോ, ഗ്രീസിന്റെ കോസ്റ്റ് ഗാർഡ് ഇവരെ സ്റ്റോപ്പ് ചെയ്ത്, എന്താണ് നിങ്ങൾ എവിടെയാണ് പോകുന്നത് എന്ന് ചോദിച്ചു. വെയിറ്റ് ചെയ്യൂ, നിങ്ങൾ ചെക്ക് ചെയ്യണമല്ലോ, നിങ്ങൾ എവിടെയാണ് പോകുന്നത് ഈ തോക്കും പിടിച്ചുകൊണ്ടെന്ന് ചോദിച്ച സമയത്ത് ഇവർ ആ ചോദിക്കുന്ന ചോദ്യത്തിന്റെ സമയം പോലും കൊടുക്കാതെ ഇവർ തോക്കെടുത്ത് വെടിവെക്കാൻ തുടങ്ങി. എന്തോ ചെറിയ ഗ്യാപ്പിൽ ആർക്കും മരണമൊന്നും സംഭവിച്ചില്ല, ഒരു രീതിയിലുള്ള പരുക്കുകളും സംഭവിച്ചില്ല. അവിടെ എവിടെയൊക്കെ വെടിയുണ്ടകൾ പാഞ്ഞു പോയി എന്നാണ് കേട്ടത്.
അപ്പൊ ഇത് ശരിക്കും ഗ്രീസ് ഇപ്പം ശരിക്കും തുർക്കിയുടെ അടുത്ത് ഇതിന്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചിരിക്കുകയാണ്. അതായത് ഇത് എന്താണ് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഈ ലിസ്ബാസ് ഏരിയയിൽ നിന്നും ഗ്രീസിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ച ആൾക്കാർ തുർക്കി പൗരന്മാരാണെന്നാണ് ഗ്രീസ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് തുർക്കിയുടെ അടുത്ത് ഇതിന്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചിരിക്കുന്നത്. അതൊരു സൈഡിൽ ഇപ്പം ഒരു വലിയൊരു സംഭവമായിട്ട് മാറാൻ വേണ്ടി ഇരുന്നതാണ് ഇപ്പൊ ഒരു ചെറിയ രീതിയിൽ അങ്ങ് ആയി തീർന്ന് പോയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഗ്രീസും തുർക്കിയും തമ്മിൽ വലിയൊരു പൊട്ടിത്തെറിക്ക് സാധ്യത ഉണ്ടായേനെ. ഓൾറെഡി തന്നെ യൂറോപ്പ് നശിച്ച് നാരായണക്കല്ലെടുത്തിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്കാണ് ഇപ്പം തുർക്കിയും കൂടെ ഇറങ്ങി വരുന്നത്. ഇതേപോലെ അടുത്ത് നമ്മൾ നെതന്യാഹു ഒരു വൺ സ്റ്റേറ്റ്മെന്റ് ആണ്. പുള്ളി പറഞ്ഞിരിക്കുന്നത് ഗാസയിൽ വേറെ ഓപ്ഷൻ ഇല്ല, ഞങ്ങൾ അറ്റാക്ക് ചെയ്തേ മതിയാവൂ എന്ന നിലയിലാണ് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിരിക്കുന്നത്. കാരണം ആ രീതിയിലുള്ള കണ്ടംപ്റ്റ് നെതന്യാഹുവിന് അറബ് രാജ്യങ്ങളുടെ സൈഡിൽ നിന്ന് നല്ല രീതിയിലുള്ള കണ്ടംപ്റ്റ് വരുന്നുണ്ട്. അതിൽ സൗദി അറേബ്യ നമ്പർ 1, അവരാണ് ഏറ്റവും ആദ്യം കണ്ടംപ്റ്റ് രേഖപ്പെടുത്തിയത്. അവർ രേഖപ്പെടുത്തിയത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഗാസയ്ക്കുള്ളിൽ ലബനാനില് ബെയ്റൂത്തിൽ എങ്ങനെയാണോ ഇസ്രായേൽ തകർത്ത് എറിഞ്ഞത് അതേപോലെ വൻതോതിലുള്ള ആക്രമണം, ഹെവി എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആക്രമണമാണ് ഗാസയ്ക്കുള്ളിൽ അഴിച്ചുവിട്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഫുട്ടേജസ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഓൺലൈനിൽ അടിച്ചു നോക്കിയാൽ തന്നെ കാണാൻ കഴിയും. ആ രീതിയിലുള്ള അറ്റാക്കാണ്. അറ്റാക്ക് എന്ന് പറഞ്ഞാൽ തലങ്ങും ആക്രമണം. 40-50 ആ റേഞ്ചിലാണ് അറ്റാക്ക് ഇപ്പോൾ പോകുന്നത്. ശരിക്കും തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഞാനിപ്പോൾ ഒരു മാപ്പ് കാണിക്കാം. ഈ മാപ്പിൽ ഈ ഒരു വയലറ്റ് കളറിലുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ ഇസ്രായേലിന്റെ കസ്റ്റഡിയിലാണ്. IDF ഓൾറെഡി തന്നെ ഇതൊക്കെ ഒക്കുപ്പൈ ചെയ്ത്, ഇതൊക്കെ നോ മാൻസ് ലാൻഡ് ആണ്. അവിടെയൊന്നും ആൾക്കാർ കയറി വരാൻ പാടില്ല, അങ്ങനെയാണ് നിയമം. അപ്പം നിങ്ങൾ നോക്കിക്കോളും, ഇതിനകത്ത് ഈ റെഡ് കളറിൽ കാണുന്ന ഏരിയയിലെല്ലാം ഇവാക്യുവേഷൻസ് ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്തിരിക്കുകയാണ്. അവിടെ നിന്നെല്ലാം ഇവാക്യുവേറ്റ് ആവണം. ഇത് രണ്ടാമത്തെ വിഷയം. ഇനിയിപ്പോ ഈ വൈറ്റ് കളറിൽ കാണുന്ന ഭാഗങ്ങളിൽ മാത്രമാണ് ജനങ്ങൾ അവിടെ താമസിക്കുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് ഒരു 360 മുതൽ ഒരു 400 സ്ക്വയർ കിലോമീറ്റർ സ്ഥലങ്ങൾ മാത്രമേ ഇനി ജനവാസ കേന്ദ്രമായിട്ട് ഉള്ളൂ എന്നാണ് പൊതുവിൽ വാർത്തകൾ പുറത്തു വരുന്നത്. ഇനിയിപ്പോ ഞാൻ അടുത്തൊരു മാപ്പ് കാണിക്കാം. ഈ മാപ്പിൽ ഈ ഗ്രീൻ കളറിൽ കാണുന്നില്ലേ, ഈ ഗ്രീൻ കളർ ഷെയ്ഡിൽ കാണുന്ന ആ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നത്. അതായത് മോസ്റ്റ് ഡെൻസിറ്റി പോപ്പുലേറ്റഡ് ഏരിയ, അതാണ് ഈ ഒരു ഗ്രീൻ കളർ ഏരിയ. ഇതാണ് ഇപ്പൊ നിലവിലെ ഗാസയിലെ അവസ്ഥ. അപ്പൊ ഇനി ഓരോ ബോംബാക്രമണങ്ങൾക്കും ഉണ്ടാകാൻ പോകുന്ന കാഷ്വാലിറ്റീസ് വളരെ കൂടുതലായിരിക്കും. അതാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി അൽ ഹദാത്ത് എന്ന് പറഞ്ഞ ആ ഒരു പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 30,000 പുതിയ ആൾക്കാരെ ഹമാസ് ഹയർ ചെയ്തിട്ടുണ്ട്. അതായത് അവർ പറയുന്നത്, ഞങ്ങൾ പലതവണ ഇസ്രായേലിന്റെ സംസാരിച്ച് നോക്കി, അതായത് ഒരു രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നെഗോസിയേഷനോ ഒന്നിനും തയ്യാറാവാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ 30,000 പേരെ അതായത് 30,000 പേരെ അവർ ഹയർ ചെയ്തിട്ട് ഞങ്ങൾ IDF-നെതിരെ പൊരുതാൻ തയ്യാറാകുകയാണ് എന്നാണ് ഹമാസ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതായത് വരും ദിവസങ്ങളിൽ ഹമാസും IDF-ഉം ഡയറക്റ്റ് കൺഫ്രണ്ടേഷൻ, അതായത് IDF ഗ്രൗണ്ട് ഫോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലോ, അപ്പൊ ഈ ഗ്രൗണ്ട് ഫോഴ്സുമായിട്ട് ഏറ്റുമുട്ടാനാണ് ഈ ഹമാസ് പുതിയതായിട്ട് 30,000 ആൾക്കാരെ ഹയർ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇസ്രായേലിന്റെ വിലയിരുത്തൽ ശരിയാണ്, 30,000 പേരെ അവർ അഡീഷണൽ ആയിട്ട് ഇപ്പൊ ഹയർ ചെയ്തിട്ടുണ്ട് പുതിയതായിട്ട്. പക്ഷെ അവർക്കൊന്നും ട്രെയിനിങ് കൊടുത്തിട്ടില്ല. അവരെല്ലാം തന്നെ ഈ ഒരു ഗൊറില്ല യുദ്ധമുറകൾ മാത്രം മുന്നോട്ട് കൊണ്ടുപോകാനും അതേപോലെ റോക്കറ്റുകൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവരുടെ ട്രെയിനിങ്. വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ആർമിയെ നേരിടാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരല്ല. അതുകൊണ്ട് ഗൊറില്ല മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇസ്രായേലിന്റെ സൈഡിലും കാഷ്വാലിറ്റിക്ക് സാധ്യതയുണ്ട്. കാരണം ഈ ഗ്രൗണ്ട് ഫോഴ്സിൽ പോകുന്നവരെ ഗൊറില്ല മെത്തേഡിലൊക്കെ ഇവർ ആക്രമിക്കുന്നുവെങ്കിൽ നിശ്ചിത തോതിലുള്ള കാഷ്വാലിറ്റി IDF-ൽ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേൽ മുൻകരുതൽ എടുക്കുന്നത്. ഹമാസ് നേരിടുന്ന ഒരു ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $200 ഒരാൾക്ക് ശമ്പളം കൊടുക്കുന്നത്. ഇപ്പൊ ഈ 30,000 പേരെ ഹയർ ചെയ്താലും ഒരാൾക്ക് $200 മാസം ശമ്പളം കൊടുക്കുന്നത്. ചിലർക്ക് ഒരു 300 കൊടുക്കുന്നുണ്ട്. പ്രായം അനുസരിച്ചാണ് കൊടുക്കുന്നത്. അപ്പൊ വളരെ തുച്ഛമായ പൈസകളാണ് അവർക്ക് കൊടുക്കുന്നത് ശമ്പളമായിട്ട്. അതിലുപരിയായിട്ട് ഫുഡില്ല, പൈസയില്ല. ഇതാണ് അവസ്ഥ. സോവറിനിറ്റി, നമ്മളുടെ ഓൺ രാജ്യം എന്നുള്ള നിലയിലുള്ള ആ ഒരു പാട്രിയോട്ടിസം ഒക്കെ കുറച്ചങ്ങ് കുത്തി നിറച്ച് എങ്ങനെയെങ്കിലും ഇപ്പൊ യുദ്ധം ചെയ്യാം എന്നുള്ള നിലയിലേക്ക് അവർ എത്തിയിരിക്കുന്നത്. അപ്പൊ ഹമാസ് യുദ്ധം ചെയ്യാൻ റെഡിയാവുകയാണ്. ഇന്നും ഇസ്രായേലില് നവാറ്റിം എയർബേസിൽ 7 ഷട്ടിൽ ഇന്ന് ഇറക്കിയിട്ടുണ്ട് അമേരിക്ക. ഈ 7 തവണയും വന്നു പോയത് C-17 ഗ്ലോബ് മാസ്റ്റർ എന്ന് പറഞ്ഞ ആ ഒരു ഷട്ടിലാണ്. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് നിർണായകമായിട്ട് നോക്കി കാണേണ്ട വിഷയം. കാരണം ഇസ്രായേലിന്റെ ഉള്ളിൽ ഇത്രമാത്രം ആയുധങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ എന്താണ് ഇവരുടെ പദ്ധതി, എന്താണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ട്രംപ് കൃത്യമായിട്ട് ട്രംപിന്റെ ആ ഒരു ബിസിനസ് പ്ലാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഗാസ പൂർണ്ണമായിട്ടും ട്രംപിന് വേണം, അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ അത് ഇൻഡയറക്ട്ലി ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നെവാറ്റിം എയർബേസിൽ ഇത്രമാത്രം ആയുധങ്ങൾ കൊണ്ട് വെക്കാനുള്ള സാഹചര്യം വളരെ കുറവാണ്. കാരണം അമേരിക്കയ്ക്ക് ഒരുപാട് ബേസ് ഉണ്ട് ഈ പരിസരങ്ങളിൽ. പക്ഷേ ഇസ്രായേലിൽ കൊണ്ടുവയ്ക്കാനുള്ള കാരണം ഇറാൻ ക്ലെയിം ചെയ്യാൻ പാടില്ല മറ്റുള്ള അറബ് രാജ്യങ്ങളെ. കാരണം മറ്റുള്ള സുന്നി അറബ് രാജ്യങ്ങൾക്ക് ഇറാൻ ഒരു ത്രെട്ടാണ്. അതുകൊണ്ടാണ് മറ്റുള്ള സുന്നി അറബ് രാജ്യങ്ങളുടെ എയർബേസ് ഉപയോഗിക്കാതെ അമേരിക്ക
ഈ ഇസ്രായേലിന്റെ ബേസ് മാത്രം ഉപയോഗിക്കുന്നത്. അതിലുപരിയായിട്ട് ബഹ്റൈന്റെ സൈഡിലുള്ള ബേസും കൂടി അമേരിക്ക ഉപയോഗിക്കുന്നുണ്ട്. അത് ഇറാനെതിരെയോ വേറെ ഒന്നിനല്ല, അത് ഹൂത്തികൾക്കെതിരെയാണ് ഉപയോഗിക്കുന്നത്. ഇറാൻ വലിയ ചോദ്യചിഹ്നത്തിലാണ്. കാരണം ഇപ്പം അമേരിക്കയുമായിട്ട് ഒരു ചർച്ചയൊക്കെ നടത്തി ഏകദേശം ഒരു ഡീലുമായിട്ട് ഒരു ഫ്രെയിം വർക്കിൽ പോവാം എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇറാൻ രണ്ട് കൂട്ടർക്ക് ഉത്തരം വരേണ്ട അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഹമാസിന് വലിയ രീതിയിൽ ഉത്തരം കൊടുക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ഹെസ്ബുള്ളയ്ക്ക് ഉത്തരം കൊടുക്കണം. അതേപോലെ ഇപ്പോൾ ഇറാന്റെ പേരും പറഞ്ഞ് ഇറാന്റെ വാക്കും കേട്ട് തുള്ളിയ ഹൂത്തികൾക്കും ഇപ്പൊ ഉത്തരം കൊടുക്കണം. കാരണം അമേരിക്കയുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഹൂത്തികളുടെ കഥ എന്താണ്? ഹൂത്തികൾ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്? ഇതൊക്കെ ഇറാനെ അലട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇറാന്റെ മാധ്യമങ്ങളിലൊക്കെ ഈ വിഷയങ്ങളൊക്കെ റെസ്ട്രിക്ട് ചെയ്ത് വെക്കുന്നത്. കാരണം ഈ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പരസ്യപ്പെടുത്താൻ പാടില്ല. കാരണം അവരെ ഒരുപാട് പ്രോക്സികൾക്ക് ഉത്തരം കൊടുക്കേണ്ടതുണ്ട്. കാരണം ആ രീതിയിലാണ് ഈ പ്രോക്സികളെ മാനിപ്പുലേറ്റ് ചെയ്ത് അവർ വളർത്തി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഇറാൻ ഫേസ് ചെയ്യുന്ന ധർമ്മസങ്കടമായിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പൊ ഇത് ശരിക്കും ഈ ഒരു US-ഉം ഇറാനും തമ്മിലുള്ള ചർച്ചയെ ഏത് രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ളത് നമുക്കിനി വരും ദിവസങ്ങളിൽ കണ്ടറിയാം. അതേപോലെ തന്നെ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഇറാൻ അമേരിക്കയുമായിട്ട് നടത്തുന്ന ചർച്ച ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. അമേരിക്ക പെർമിഷൻ തന്നാലും ഇല്ലെങ്കിലും ഇറാൻ ന്യൂക്ലിയർ വെപ്പൺ എന്നുള്ളൊരു പോയിന്റിൽ എൻറിച്ച്മെന്റ് എത്തുമ്പോഴത്തേക്കും ഞങ്ങൾ അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വി ആർ വാച്ചിങ്. അതാണ് ഇസ്രായേൽ പറയുന്നത്. വി ആർ വാച്ചിങ്, ഞങ്ങൾ അടിക്കും, അതാണ് പറയുന്നത്. നെതന്യാഹു ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ യമനിലേക്ക് തകൃതിയായിട്ടുള്ള ആക്രമണം, ഇന്നലെയും നല്ല രീതിയിലുള്ള ആക്രമണമാണ് അമേരിക്ക കാഴ്ചവെച്ചത്. അത് കണ്ടിന്യൂസ് ആയിട്ട് തുടരുകയാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് രണ്ട് അറബ് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയും UAEയും ഇതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ബെനിഫിറ്റ് കൈപ്പറ്റുന്ന രാജ്യങ്ങളാണ്. അമേരിക്കയുടെ ഈ ഒരു പ്രവൃത്തി ഈ രണ്ട് രാജ്യങ്ങൾക്കും ഗുണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഇന്ന് ഇസ്രായേൽ ലെബനന്റെ ഉള്ളിൽ 20 അറ്റാക്ക്, എയർ സ്ട്രൈക്ക് ആണ് കേട്ടോ, 20 അറ്റാക്ക് നടത്തി. അതിനകത്ത് ഒരു കാറിൽ ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ കാറിൽ സഞ്ചരിച്ചിരുന്ന ഹുസൈൻ അൽ നാസർ, ഈ ഹുസൈൻ അൽ നാസർ എന്ന് പറയുന്ന ആള് ഹിസ്ബുള്ളയ്ക്ക് എങ്ങനെയെങ്കിലും കുറച്ച് ആയുധങ്ങൾ സംഘടിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആളാണ്. ഇയാൾ ഈ ആയുധങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന കോർഡിനേറ്റർ ആണ് അത്രേ. അപ്പൊ ഈ കോർഡിനേറ്ററിനെ കൃത്യമായിട്ട് ആ കാറിൽ തന്നെ അറ്റാക്ക് ചെയ്ത് തട്ടിക്കളഞ്ഞിരിക്കുകയാണ്. അതാണ് ഇസ്രായേൽ ഇന്ന് ചെയ്തത്. അതായത് ഇസ്രായേൽ പറയുന്നത് നിങ്ങൾ എന്ത് തന്നെ ശ്രമിച്ചാലും ശരിയാണ്, നിങ്ങൾ ആയുധം താഴ്ത്തി വെക്കാതെ ഞങ്ങൾ ഇവിടുന്ന് പിന്മാറുന്ന പ്രശ്നമില്ല എന്നാണ് ഇസ്രായേൽ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നത്. ഇനി നെയ്ം കാസിം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ആയുധങ്ങൾ വെച്ച് കീഴടങ്ങത്തൂല, ഹിസ്ബുള്ള ആരുടെയും സർക്കാരിന്റെ ഭാഗമായിട്ട് മാറുന്നുമില്ല. ഹിസ്ബുള്ളയ്ക്ക് ഹിസ്ബുള്ളയുടേതായിട്ടുള്ള നിലപാടുകളുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ആശയങ്ങളുണ്ട്, ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുമെന്നാണ് നെയ്ം കാസിം എന്ന് പറഞ്ഞ ആ ഒരു ലീഡർ പറഞ്ഞിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ. ഇപ്പൊ ജോസഫ് ആവോന് കിട്ടേണ്ട ഉത്തരമായി. ജോസഫ് ആവോൻ പറഞ്ഞത് നിങ്ങൾ തീർച്ചയായിട്ടും വന്ന് ലെബനാൻ മിലിറ്ററിയിൽ ജോയിൻ ചെയ്യൂ, എന്നിട്ട് നിങ്ങൾ ആയുധം ഉപേക്ഷിക്കൂ എന്നാണ് പറയുന്നത്. ആയുധം ഉപേക്ഷിക്കൂ എന്ന് പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ മിലിറ്ററിയിൽ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ആയുധം ഉപേക്ഷിക്കുന്നത്? അപ്പൊ ഇവിടെ ഒരു കോൺട്രാഡിക്ഷൻ ഉണ്ട്. ജോസഫ് ആവോന് ക്ലാരിറ്റി ഇല്ല. ജോസഫ് ആവോൻ കൊടുക്കുന്ന പ്രസ്താവനകൾക്ക് ക്ലാരിറ്റി കുറവുണ്ട്. ആ ക്ലാരിറ്റി കുറവ് എന്താണെന്ന് ഇസ്രായേൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേൽ തകൃതിയായിട്ട് വീണ്ടും അവിടെ ആക്രമണം നടത്തുന്നത്. ജോസഫ് ആവോന് ഇങ്ങനെ പ്രസ്താവനകൾ പുറപ്പെടുവിക്കാൻ മാത്രമേ കഴിയൂ. ഹിസ്ബുള്ള അവർ തീർച്ചയായിട്ടും ലബനാനുമായിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് അവരൊരു മിലിറ്ററി അങ്ങനെ ഒരു പ്രസ്ഥാനം അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇസ്രായേൽ അവിടെ നിന്ന് പിന്മാറുന്ന ലക്ഷണമില്ല. സോ ലബനാന്റെ ഉള്ളിൽ ആക്രമണം തുടർന്ന് നടക്കുക തന്നെ ചെയ്യും. അത് ആർക്കും തടയാൻ കഴിയാത്തൊരവസ്ഥയായിട്ട് മാറിയിരിക്കുകയാണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നല്ല രീതിയിലുള്ള ഒരു ഹെവി ആക്രമണങ്ങളാണ് എല്ലാ സ്ഥലത്തും കൂടെ നടക്കുന്നത്. പ്രത്യേകിച്ച് ഗാസയിലും ലെബനാന്റെ ഉള്ളിലും തകൃതിയായിട്ട് ആക്രമണങ്ങൾ നടക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സീസ് ഫയർ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു അവസ്ഥ, ആ രീതിയിലേക്ക്, അതായത് ലെബനാനിലെ സീസ് ഫയർ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് എന്തായിരുന്ന അവസ്ഥ, ആ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോയിരിക്കുകയാണ് ഇപ്പം. അതാണ് ഇപ്പൊ യുദ്ധത്തിന്റെ നിലവിലുള്ള അവസ്ഥ. അമേരിക്കയിൽ ആരും പാലസ്തീനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല, ആരും ഹമാസിനെ പിന്തുണയ്ക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള നിലപാടുകളാണ് ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ എടുത്തു വരുന്നത്. അപ്പൊ അതുകൊണ്ട് കോളേജുകൾ ഉൾപ്പെടെ പല ആൾക്കാരുടെയും ഗ്രീൻ കാർഡ് ഉൾപ്പെടെ റദ്ദാക്കി തിരിച്ചയച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് ഏഞ്ചലിന ജൂലി എന്ന് പറഞ്ഞാൽ അറിയാലോ, അവരൊരു ഫേമസ് ഹോളിവുഡ് നടിയാണ്. അവര് വളരെ ഓപ്പൺ ആയിട്ട് തന്നെ പാലസ്തീനെ പിന്തുണച്ചുകൊണ്ട്, ഗാസയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, ഇസ്രായേലിനെ ഗണ്ണിച്ചുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് വളരെ ഓപ്പൺ ആയിട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. അത് ഇനിയിപ്പോ ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ നിന്നും എന്തെങ്കിലും നടപടികൾ ഇവർക്കെതിരെ വരുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. പിന്നെ പെട്ടെന്ന് ട്രംപിന് ഒരു ബോധോദയം, ട്രംപ് പെട്ടെന്ന് ചൈനയ്ക്ക് ഒരു കോൾ ചെയ്തിരിക്കുകയാണ്. അതായത് ഷീ ജിൻപിങ്, നമുക്ക് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വേണ്ട, ഈ ട്രേഡ് വാറൊക്കെ നമുക്കൊന്ന് ഒത്തുതീർപ്പാക്കി റെഡി ആയിക്കൊണ്ടുവരാം. കാരണം രണ്ട് സൈഡിലും നല്ല രീതിയിലുള്ള ലോസ് ഉണ്ട്, അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിനെ നമുക്ക് രണ്ട് തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാം, അതിലേക്ക് ഞാൻ വരാം. അപ്പൊ അതിനു മുമ്പ് ഇങ്ങനെ ഷീ ജിൻപിങ്ങിനെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. വരൂ നമുക്കൊന്ന് ഒരു ചിറ്റ് ചാറ്റ് നടത്തിയിട്ട് രണ്ട് സൈഡിലും ഒരു ഡീൽ ഉറപ്പാക്കാം എന്നുള്ള രീതിയിലാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ആദ്യമേ ചൈനയ്ക്ക് ഇത് ഓക്കെ ആണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ചൈനയ്ക്ക് ഒരു പരിധി വരെ, ഒരു 80% വരെ ചൈനയ്ക്ക് ഇത് ഓക്കെയാണ്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ചൈനയുടെ ഉള്ളിൽ മാനുഫാക്ചറിങ് വല്ലാത്ത രീതിയിൽ കുറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് തന്നെ ചൈനയിൽ നിന്നും പ്രോപ്പറായിട്ട് എക്സ്പോർട്ടിങ് നടക്കുന്നില്ല.
ചൈന ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു എക്സ്പോർട്ട് ബേസ്ഡ് എക്കോണമിയാണ്. അപ്പൊ അതുകൊണ്ട് എക്സ്പോർട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ ചൈനയ്ക്ക് വലിയ പ്രശ്നമാണ്, ബുദ്ധിമുട്ടാണ്. അവിടെ ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടപ്പെടും. കാരണം പ്രൊഡക്ഷൻ ഇല്ല, മാനുഫാക്ചറിങ് ഇല്ല, കയറ്റുമതി ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വരുമാനമില്ല, ശമ്പളം കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കമ്പനി പല ആൾക്കാരെയും ഫോഴ്സ്ഡ് ലീവിലേക്ക് വിടേണ്ടി വരും. ആ സാഹചര്യമാണ് ചൈനയ്ക്കുള്ളിൽ നിലനിൽക്കുന്നത്. ചൈന കുറെ കാലം കൊണ്ട് തന്നെ കൊറോണയ്ക്ക് ശേഷം തന്നെ അവരുടെ എക്കോണമി കുറച്ച് വീക്കാണ്, ഗ്രോത്ത് വളരെ കുറവാണ്. അപ്പൊ ആ രീതിയിലാണ് ചൈന പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഇപ്പൊ ട്രംപ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഇവര് ഒരു 80% ഷീ ജിൻപിങ് അമേരിക്ക സന്ദർശിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വെച്ച് ചർച്ച നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് നമ്പർ 1 മൈൻഡിലിട്ടോ. അടുത്ത അമേരിക്കയുടെ സൈഡിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ ഒരു വാർത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എൻവിഡിയയുടെ സിഇഒ ചൈനയ്ക്ക് വിസിറ്റ് ചെയ്ത് ചൈന വളരെ അനിവാര്യ ഘടകമാണെന്നുള്ള രീതിയിൽ ഒരു പോസിറ്റീവ് നോട്ട് ചൈനയിൽ വെച്ചൊരു പ്രസ്താവന കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള എക്സ്പ്ലനേഷൻ അമേരിക്ക ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻവിഡിയയുടെ സിഇഒയുടെ അടുത്ത്. ഈ വാർത്ത നമ്മൾ ഒരു ദിവസത്തിന് മുമ്പ് കവർ ചെയ്തതാണ്. അപ്പൊ അങ്ങനെ എൻവിഡിയ സിഇഒ കൊടുത്ത എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ, ട്രംപ് ശരിയാണ്, നിങ്ങൾ വളരെ ട്രേഡ്, താരിഫ്, ഡെഫിസിറ്റ് ഇതൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്, ഇതെല്ലാം ഒരു സൈഡിൽ നിൽക്കേ. എൻവിഡിയ എന്ന് പറഞ്ഞ കമ്പനിയിൽ എന്ത് സാധനം ഉണ്ടാക്കണമെങ്കിലും ചൈനയുടെ റോ മെറ്റീരിയൽ വേണം, അതില്ലാതെ നടക്കില്ല. LCD പോളിഷ് ചെയ്യാൻ ചൈനയുടെ റെയർ എർത്ത് എലമെന്റ്സ് വേണം, ചിപ്പ് മാനുഫാക്ചറിംഗിൽ ചൈനയുടെ റെയർ എർത്ത് മിനറൽ വേണം. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ എൻവിഡിയ എന്ന് പറഞ്ഞ കമ്പനി ഡേ ടു ഡേ ഓപ്പറേഷൻ നീങ്ങി പോകണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചൈനയുടെ റെയർ എർത്ത് എലമെന്റ്സിന്റെ ആവശ്യമുണ്ട്. ഇതാണ് എൻവിഡിയയുടെ സിഇഒ പറഞ്ഞത്. പിന്നെ റെയർ എർത്ത് എലമെന്റ്സ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് ഇല്ലാണ്ട് എങ്ങനെയാണ് എൻവിഡിയ കമ്പനി അമേരിക്കയിൽ നിലനിന്ന് പോകാൻ പോകുന്നത്? എങ്ങനെയാണ് ഇത്രയും വലിയ സ്റ്റോക്ക് മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്? ഇതുകൊണ്ട് ആർക്കാണ് വീഴ്ച? നാസ്ഡാക്ക് എന്ന് പറഞ്ഞ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വളരെ നിർണായകമായിട്ടുള്ള കമ്പനിയാണ് ഈ എൻവിഡിയ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ എക്സ്പ്ലനേഷൻ ട്രംപിന്റെ സൈഡിൽ നിന്ന് ആർക്കും കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. വളരെ കൃത്യമായ പഠിച്ച് വിവരത്തോടു കൂടി കൊടുത്ത ഒരു എക്സ്പ്ലനേഷൻ. അതുകൊണ്ട് എൻവിഡിയക്കെതിരെ ഒരു നടപടി എടുക്കാനില്ല. അതുകൊണ്ടാണ് എൻവിഡിയ കൃത്യമായ സ്റ്റേറ്റ്മെന്റ് അങ്ങ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞത് കേട്ടതുപാടെ ട്രംപ് അവരുടെ കമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ചിട്ട് മറ്റുള്ള പല കമ്പനിയുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. മറ്റുള്ള പല കമ്പനികളും പറയുന്നത് നമുക്ക് എണ്ണി ചലിക്കാൻ, അതായത് സ്പേസ് ഇൻഡസ്ട്രിയിൽ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ പല മാനുഫാക്ചറിംഗ് മാഗ്നറ്റുകൾ വരെ ഉൽപ്പാദിപ്പിക്കാൻ ചൈനയുടെ റെയർ എർത്ത് എലമെന്റ്സിന്റെ ആവശ്യം വളരെ വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് പല ഇൻഡസ്ട്രീസും 1, 2, 3, 4, 5 നമ്പർ ഇട്ട് നോക്കിയപ്പോഴത്തേക്കും പല ഇലക്ട്രോണിക് കമ്പനികളും ജസ്റ്റ് 30 ഡേയ്സ് റൺ ചെയ്യാനുള്ള കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ. 30 ദിവസം കഴിഞ്ഞാൽ അമേരിക്കയിൽ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവില്ല എന്നുള്ളതാണ് അവസ്ഥ. ഈ ഒരു അവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ചൈനയിലെ ഷീ ജിൻപിങ് വരൂ സംസാരിക്കാമെന്ന് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രോണിക് വെഹിക്കിൾ ആയിക്കോട്ടെ, അമേരിക്കയുടെ ഉള്ളിൽ മാനുഫാക്ചറിംഗ് എല്ലാം സ്റ്റോപ്പ് ആവും. കാരണം ഇതാണ് ട്രംപിനെ കൊണ്ട് ഈ ഒരു തീരുമാനം എടുക്കാൻ പ്രേരിപ്പിച്ച ഘടകം. ഇപ്പൊ ചൈനയുടെ താല്പര്യം എന്താണ്, അമേരിക്കയുടെ താല്പര്യം എന്താണ്, രണ്ട് മനസ്സിലായല്ലോ. ട്രംപിന്റെ ഒരു അവസ്ഥയെ, ഒരു താരിഫ് ഇട്ടതിന്റെ പേരിൽ ഇപ്പൊ എന്തെല്ലാം നടക്കുന്നു നോക്കൂ. ഈ താരിഫ് ഇട്ടതും ഇടാത്തതും ഇപ്പൊ ഒരേപോലെയായി. ഒരു ബേസിക് താരിഫ് 10-15% ഇട്ടിട്ട് മിണ്ടാതെ അവിടെ ഇരുന്നാൽ മതിയായിരുന്നു, ആ വരുമാനമെങ്കിലും കിട്ടിപ്പോയനെ. താരിഫ് ഇടുകയും ചെയ്ത് ഇപ്പൊ നാണം കെട്ടത് പിൻവലിക്കുകയും ചെയ്ത് ഞാൻ ഇപ്പം എതിർത്ത് നിന്ന ആളിനെ വിളിച്ച് തന്നെ കസാരയിൽ ഇരുത്തി സംസാരിക്കേണ്ട അവസ്ഥയും വന്നു. ഇതിൽ പരമിനി എന്തെങ്കിലും വരാനുണ്ടോ? അതേപോലെ ചൈന മോഡിയെ വിളിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോദിയെ ചൈന ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഷീ ജിൻപിങ് ആണ് ഇൻവൈറ്റ് ചെയ്തത്. അതായത് ചൈന വിസിറ്റ് ചെയ്ത് രണ്ടുപേരും കൂടെ ഈ ഒരു ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് നമ്മൾ അമേരിക്കയെ നോക്കി നിൽക്കാണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നല്ലൊരു ധാരണയിലെത്തി നമ്മളുടെ ട്രേഡ് ഡെഫിസിറ്റ് നികത്താനുള്ള ഒരു ചർച്ചയിലേക്ക് പോവാം എന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ത്യ തീർച്ചയായിട്ടും പോവുമായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം നമ്മൾ ഒരു ചർച്ചയും അങ്ങനെ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കളയാറില്ല. അത് കളയുന്നത് വളരെ മോശപ്പെട്ട തീരുമാനം കൂടിയാണ്. അതിന്റെ ഇടയ്ക്ക് ബോർഡറിലെങ്ങാനും വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കാതിരുന്നാൽ മതി, അത്രേ നമുക്ക് പറയാനുള്ളൂ. ചൈന വേറൊരു മാസ് പരിപാടി ചെയ്തിട്ടുണ്ട്. 2 കിലോ മതി, ജസ്റ്റ് 2 കിലോ, ഒരു വലിയ ഏരിയ തന്നെ നശിപ്പിച്ച് കളയാനുള്ള രീതിയിൽ ഒരു ബോംബ് തയ്യാറാക്കിയിട്ടുണ്ട്. പേര് ഹൈഡ്രജൻ ബോംബ് എന്നാണ്. അതായത് ടൺ കണക്കിൽ ഭാരമൊന്നും വേണ്ട, ജസ്റ്റ് 2 കിലോ. 2 കിലോ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ജസ്റ്റ് നിങ്ങളുടെ കയ്യിലെടുക്കാം. ആ രീതിയിലാണ്. ആ രീതിയിലൊരു സാധനം എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ അതായത് 1000 വോൾട്ട് പവറോട് കൂടി ഫ്ലെയിം വരും എന്നാണ് പറയുന്നത്. തീ ആ രീതിയിലാണ് അതിന്റെ ഹീറ്റ്, 1000 വാട്ട്സ് ഹീറ്റ് വരും എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഹീറ്റ് വരുമ്പോഴത്തേക്കും സംഭവിക്കാൻ പോകുന്നത് എന്താണ്, ആ ഹീറ്റ് എവിടെയൊക്കെ പോകുന്ന അത്രയും സ്ഥലം കവർ ചെയ്യും. അത് കിലോമീറ്റർ കണക്കിൽ കവർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ പ്രത്യേകതയുള്ള സാധനം ചൈന ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ചൈന എന്ന് പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത. ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറക്ചി ചൈന വിസിറ്റ് ചെയ്ത് ചൈനയുമായിട്ട് ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. അത് മെയിനായിട്ട് ഈ ഒരു ഓയിൽ ഡീലിങ്ങും റിഫൈനറി ഓയിലുമായിട്ട് ബന്ധപ്പെട്ട സാങ്ഷൻസും അവര് ഇപ്പൊ ഇറാൻ പുതുതായിട്ട്, അതായത് സാങ്ഷൻ ഇല്ലാത്ത 2-3 കമ്പനികൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അതിലൂടെ നമ്മൾ എണ്ണ കൊണ്ടുവന്ന് നിങ്ങൾക്ക് കടലിന്റെ ഒത്ത മധ്യത്തിൽ വെച്ചിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാം.
അതുകൊണ്ട് നമുക്ക് പരിപാടി തുടങ്ങാം എന്നുള്ള രീതിയിലുള്ള ചർച്ചയായിട്ടാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ഇതിൽ വേറൊരാളുണ്ട് സൈലന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, ജെഫ് ബെസോസ്. കാരണം ആമസോൺ എന്ന് പറഞ്ഞത്, ഞാനിവിടെ ഒരു ചാർട്ട് കാണിക്കാം. ഇതിനകത്ത് 70% പ്രോഡക്റ്റ് ചൈനയുടെ സാധനങ്ങളാണ് ആമസോൺ ഡീൽ ചെയ്യുന്നത്. മറ്റുള്ളത് നോക്കൂ, മറ്റുള്ള രാജ്യങ്ങളെല്ലാം നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ തുച്ഛമായ രീതിയിലുള്ള ഇന്ത്യ ഉണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്യൻ മേഖലയൊക്കെ വളരെ തുച്ഛമായ ലെവലിലാണ് അവരുടെ പ്രോഡക്റ്റ് ഒക്കെ ആമസോൺ ഹാൻഡിൽ ചെയ്യുന്നത്. ഇതിനകത്ത് ചൈനയുടെ പ്രോഡക്റ്റ് മാത്രം നിന്നതിന്റെ പേരിൽ ആമസോൺ ഉണ്ടായ നഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 70% നഷ്ടമാണ്. ഇതിപ്പോ കുറെ മാസങ്ങളായിട്ട് ആമസോൺ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു നഷ്ടം. ഇതിൽ ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് പോകുന്നത് അമേരിക്കയുടെ ഉള്ളിലാണ്. അതാണ് ഇതിലെല്ലാം ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാക്കുന്ന പരിപാടി ആമസോണിന്. ഈ ഒരു താരിഫ് അപ്ലൈ ചെയ്തതോടുകൂടി വന്ന പ്രശ്നങ്ങളാണ് ഈ വക കാര്യങ്ങളെല്ലാം. ഇതിന് പെർമനന്റ് ആയിട്ടൊരു സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് ട്രംപും ഷീ ജിൻപിങ്ങും രണ്ടുപേരും തന്നെ തീരുമാനിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവർ രണ്ടുപേരും ചർച്ച നടത്താമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോ ഇവര് ചർച്ച നടത്തിയിട്ട് ഈഗോയൊക്കെ വിട്ട് കളഞ്ഞിട്ട് ഇവർ ഏത് രീതിയിൽ നല്ലൊരു പോസിറ്റീവ് തീരുമാനം എടുക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയണം. അപ്പൊ എന്തായാലും കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.